ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കൂൾ ഓപ്പണിംഗ് ഡേ ഇങ്ങനെ അടുത്ത് വരുവാണല്ലേ. അപ്പോൾ അത് കാരണം തന്നെ ഞങ്ങൾക്കും ചിക്കുവിന് വേണ്ടിയിട്ട് സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. എല്ലാം തന്നെ ഷോപ്പിൽ നിന്ന് മേടിച്ചതൊന്നുമല്ല, ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓൺലൈനായിട്ടൊക്കെയാണ് മേടിച്ചത്. പിന്നെ കഴിഞ്ഞ വർഷത്തതും ഒക്കെ നന്നായിട്ടിരിക്കുന്ന സാധനങ്ങളൊന്നും പിന്നെ നമ്മൾ മേടിച്ചിട്ടുമില്ല കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണാം. ഫസ്റ്റ് നമുക്ക് ബാഗ് കാണിക്കാം. ഈ ബാഗ് ഓൺലൈൻ മേടിച്ചതാണ് കേട്ടോ. ഇത് ബ്യൂട്ടി ഗേളിൻ്റെ ബാഗാണ്. ഇത് 3 വർഷമായിട്ടല്ലേ, 3 വർഷമായിട്ട് ഈ ബ്രാൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 3 വർഷമല്ലേ, 3 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ബ്രാൻഡാണിത്. ഇത് ഒറ്റ പ്രശ്നവുമില്ല. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ക്ലീൻ ആക്കാൻ അങ്ങനെയുള്ള, അതായത് എന്തെങ്കിലും കറയൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഫുഡ് വേസ്റ്റ് എന്തെങ്കിലും പറ്റുമോ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള ആ ഒരു ഇതല്ലാതെ ഈ ബാഗിന് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. കഴിഞ്ഞ 2 വർഷമായിട്ടും ആ ബാഗ് നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ എന്താണ് ഈ പുതിയ ബാഗ് മേടിച്ചതെന്ന് വെച്ചാൽ, പുതിയ വർഷമല്ലേ, പുതിയ ക്ലാസ്സിലേക്ക് പോകുമല്ലേ. അപ്പോൾ എല്ലാ കുട്ടികളും പുതിയ ബാഗ് കൊണ്ടുവരുമ്പോൾ ചിക്കുവിനും അതുപോലെയൊക്കെ ആഗ്രഹം കാണൂലേ ഇല്ലേ. അത് കാരണം ഞങ്ങൾ മേടിച്ചതാണ്. പിന്നെ പഴയ ബാഗ് ഞങ്ങൾ യൂസ് ചെയ്യാതെ വെറുതെ കളയുന്നൊന്നുമില്ല കേട്ടോ. അത് ട്യൂഷന് പോകുമ്പോഴോ അങ്ങനെയൊക്കെ അതും ഇടയ്ക്ക് മാറി മാറി കൊണ്ടുപോകാറുണ്ട്. ഇത് വാഷ് ചെയ്തിടുന്ന സമയത്തൊക്കെ അതും കൊണ്ടുപോകാം. അങ്ങനെ ഞങ്ങളത് വേസ്റ്റാക്കി കളയുന്നില്ല കേട്ടോ. ഇനി ഈ ബാഗ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാവേ. അപ്പോൾ ഇതേ ഫസ്റ്റ് വരുന്ന ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് ഇതേ ഇങ്ങനെ വരണം. അതുപോലെ തന്നെ സെക്കൻഡ് ഇതേ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാഗാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരിതും കൂടി ഉണ്ട്. ഇതേ കണ്ടോ ഇങ്ങനെ. അതുപോലെ തന്നെ ബാക്കിൽ പിന്നെയും ഉണ്ട് കേട്ടോ. പിന്നെ 2 എണ്ണം കൂടിയുണ്ട്. അത് നല്ല സ്പേസാണ് കേട്ടോ. ഇതേ ഇങ്ങനെ ഇത്രയും സ്പേസ് ഉള്ള ബാഗാണ്. ഇത്രയും തന്നെ ഇതിൻ്റെ ഉള്ളിൽ ബുക്സ് എല്ലാം നന്നായിട്ട് കൊള്ളുന്ന ഒരു ബാഗാണ്. അതുപോലെ തന്നെ ഒത്തിരി വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. ഒത്തിരി ഭയങ്കര വെയിറ്റുള്ള ബാഗൊന്നും അല്ല ഇത്. ഏറ്റവും ബാഗിൽ ഇങ്ങനെ. അതുപോലെ തന്നെ നല്ല ബാക്ക് സപ്പോർട്ട് കിട്ടുന്ന ബാഗും കൂടിയാണിത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 800 സംതിങ് ആണ്. 800 സംതിങ് ആണ്. ഞാൻ കറക്റ്റ് റേറ്റ് ഓർക്കുന്നില്ല. അത്രയായിരുന്നു ഇതിൻ്റെ റേറ്റ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. കാരണം ഞങ്ങൾ ഈ 2 വർഷം കൊണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം ആ ബ്രാൻഡ് എങ്ങനെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് തന്നെയാണ് എല്ലാ തവണയും മേടിക്കുന്നത്. ഇനി ചിക്കു അടുത്ത ഏതാ കാണിക്കുന്നത്? ലഞ്ച് ബാഗ്. ലഞ്ച് ബാഗിനെ കുറിച്ച് ചിക്കു തന്നെ പറഞ്ഞോ. ഫസ്റ്റ് ഞങ്ങൾ ഓൺലൈനിൽ മേടിച്ചത് ഈ ലഞ്ച് ബാഗാണ് കേട്ടോ. ഇത് ചിക്കുക്കുട്ടിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞിട്ട് ഇത് സ്വന്തമായിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഷോപ്പിൽ പോയ സമയത്ത് ചെല്ലത്തിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. ട്രിവാൻഡ്രത്ത് പട്ടത്തുള്ള ചെല്ലത്തിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ അവിടെ പോയ സമയത്ത് ഇതുപോലൊരു ബാഗ് കണ്ടു. ഇത് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ടാണ് ഇത് മേടിച്ചത് അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ ഇതുപോലെ വരണം. ഇതിൻ്റെ റേറ്റ് 375. നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. അതങ്ങനെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇത് ഓൺലൈനിൽ മേടിച്ചതാണ് പൗച്ച്. ഇതിൻ്റെ റേറ്റ് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഇത് ഓൺലൈനിൽ മേടിച്ചതാണ്. കാണിച്ചു കൊടുക്കുന്നത്, ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കുക. എങ്ങനെ ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ കുട്ടിക്ക് വലിയ ഇഷ്ടമാണ്. കാരണമാണ് ഇങ്ങനെ. അതുമല്ല ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും ഈ കളറാണ് എന്ത് സാധനം മേടിച്ചാലും എടുക്കാറല്ലേ. ഇങ്ങനെ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓപ്പൺ ആക്കി എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ പെന്നൊക്കെ വയ്ക്കാം അല്ലേ. പെന്ന് വയ്ക്കാം, പെൻസിൽസൊക്കെ വയ്ക്കാം. അങ്ങനെ ഒരു സംഭവം. പിന്നെ ഉള്ളത് ഫയല് നമ്മൾ ചെല്ലത്തിൽ നിന്ന് മേടിച്ചതാണ്. ഫയല് എപ്പോഴും അത്യാവശ്യം വരുന്ന ഒരിതാണ്. നല്ല കളർ കണ്ടപ്പോൾ അവിടെ നിന്ന് എടുത്തു അത്. പിന്നെ ഉള്ളത് ബൈൻഡാണ് കേട്ടോ. ഇത് ബൈൻഡ് ചെയ്തിട്ട് ബാക്കി വന്നതാണ്. ബുക്സ് എല്ലാം ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന ബൈൻഡാണിത്. അത് ഞാൻ ഇളക്കി കാണിച്ചു തരാം. ഇത് നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും കേട്ടോ. ഇതിനകത്ത് 30 പീസാണ് ഒരെണ്ണത്തിനകത്ത് വരുന്നത്. ഇത് ഓൺലൈനിൽ മേടിച്ചതാണ്. ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. അത് കാരണം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെയാണ്. ഇതുപോലെ ഉള്ള ഇത് 3 എണ്ണം അല്ലേ. 3 സൈസിലാണ് വരുന്നത്. ഞാൻ 3 സൈസ് എടുത്ത് കാണിച്ചു തരാം. ഇതുപോലെ ഒരെണ്ണം. പിന്നെ അത് 3 സൈസ് ഇളക്കിയിട്ട് കാണിക്കാവേ. ഇതുപോലെ ഒരെണ്ണം. ഇങ്ങനെ 3 സൈസാണ് വരുന്നത്. ഇങ്ങനെ 3 സൈസാണ് ഇത് വരുന്നത്. ഇത് നല്ല സാധനമാണ് കേട്ടോ. നമുക്ക് ബൈൻഡ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റിക്ക് ചെയ്താണ് വയ്ക്കുന്നത് കേട്ടോ. ഇത് സ്റ്റാപ്പിൾ ചെയ്യുന്നതല്ല, സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഇതങ്ങ് ഇളക്കുമ്പോൾ ഇത് സ്റ്റിക്ക് ആയിക്കോളും. അങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഈസി ആയിട്ട് ബൈൻഡ് ചെയ്യാം.
അപ്പോൾ അത് ബൈൻഡും ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ്. അതുപോലെ ഇനി എന്താ ഇനിയുള്ള സ്കെയില്. ഇത് പിന്നെ സ്കെയില് നമ്മൾ ചെല്ലത്തിൽ പോയ സമയത്ത് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ചിക്കുന് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് അല്ലേ. അത് വെറുതെ മേടിച്ചതാണ്. പിന്നെ വേറൊരു സ്കെയിൽ ഇച്ചിരി ഇതിങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്കെയിലാണേ. ഇതേ കണ്ടോ, അങ്ങനെ ഒരു സ്കെയിൽ മേടിച്ചിട്ടുണ്ട്. അതും ഈ കളറ് തന്നെ നോക്കി മേടിച്ചതല്ലേ. പിന്നെ പെൻസിൽ എല്ലാ പ്രാവശ്യം മേടിക്കുന്നത് ബ്ലാക്ക് ബ്യൂട്ടിയുടെ പെൻസിലാണ് അല്ലേ. കുറച്ച് നല്ല ഷാർപ്പായിട്ടുള്ള ഡാർക്ക് കളർ പെൻസിലാണ്. അപ്പോൾ അത് ചിക്കുന് വലിയ ഇഷ്ടമാണ്. പക്ഷേ ഇത്തവണ ഞങ്ങൾ പോയ സമയത്ത് ബ്ലാക്ക് ബ്യൂട്ടി ഇല്ലായിരുന്നു, അത് കാരണം മേടിച്ചില്ല. പകരം അപ്സരയുടെ പെൻസിൽ മേടിച്ചു. അത് നമുക്ക് പിന്നീട് ബ്ലാക്ക് ബ്യൂട്ടി വരുമ്പോൾ ബ്ലാക്ക് ബ്യൂട്ടി മേടിക്കാം. പിന്നെ പെന്നും ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ട്. പെൻസിലും ഒരു ബോക്സാണ് മേടിച്ചത്, പെന്നും ഒരു ബോക്സാണ്. ഇനി 6th അപ്പോൾ പെന്നാണ് അവർ യൂസ് ചെയ്യുന്നത്, അത് കാരണം പെന്നും എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഇടയ്ക്ക് എപ്പോഴും അല്ലാതെ മേടിച്ചതാണല്ലേ. 2 ബ്ലൂ പെൻ അതും മേടിച്ചിട്ടുണ്ട്. 2 ബ്ലൂ പെന്നും പെന്ന് ബ്ലാക്കാണ്. പിന്നെ ഉള്ളത് സ്റ്റാപ്ലർ പിന്ന്. പിന്നെന്താ എറേസറുണ്ട്, ഷാർപ്നറുണ്ട്. ഷാർപ്നറൊക്കെ വേറെയൊക്കെ ഉണ്ട്, എറേസറും ഷാർപ്നറൊക്കെ വേറെ ഉണ്ട്. പിന്നെ ഇതെന്താ, ഇതിങ്ങനെ ക്ലിപ്സാണ് കേട്ടോ. ഇതിങ്ങനെ ലെറ്റേഴ്സ് വെച്ചുള്ള ക്ലിപ്സാണ്. ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയോണ്ട് മേടിച്ചതാണ്. ഇതിൻ്റെ ഉള്ളിലൊരു ത്രെഡ് ഉണ്ടല്ലേ, നമുക്കിങ്ങനെ ഫോട്ടോസൊക്കെ വേണമെങ്കിൽ ത്രെഡ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. ഇതിൻ്റെ ഉള്ളിലൊരു ജൂട്ടിൻ്റെ ഒരു ത്രെഡുണ്ട്. പിന്നെന്താ, പിന്നെ ഇനിയുള്ളത് ഇതെന്താ, ഷാർപ്നർ. ഇത് ഷാർപ്നറാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാരാ ഇതിൻ്റെ ഉള്ളിലുള്ളത്? ഫണ്ടേന്ന്. ഇത് ഇത് ഇങ്ങനെ അല്ലേ. നമുക്ക് ഒരു പെൻസിലെടുത്ത് കട്ട് ചെയ്ത് നോക്കാം. ഇത് ഓൾറെഡി ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പെൻസിലാണ്. ഇങ്ങനെ കൊള്ളാം അല്ലേ, ക്യൂട്ടല്ലേ. ഇതെന്താ, ഇത് ഗമ്മാണ്. ഇത് ഇങ്ങനെ കേട്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കുമ്പോൾ ഗമ്മാണ്. സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം, പേപ്പറൊക്കെ സ്റ്റിക്ക് ചെയ്യാനാണ്. ഗമ്മിൻ്റെയൊക്കെ യൂസ് ഉള്ളപ്പോൾ എടുക്കാം. പിന്നെ ഉള്ള ഈ സംഭവം കൂടെ കാണിക്കുക. ഇത് അവിടെ ചെന്നപ്പോൾ ക്ലേ ഉണ്ടായിരുന്നേ. ചിക്കുവിന് ക്ലേ വെച്ച് ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഇഷ്ടമാണ്. ഇത് പക്ഷേ യൂസ് ചെയ്ത് കേട്ടോ. ഇത് കൊണ്ടുവന്ന് കുറച്ച് ദിവസത്തിന് മുന്നേ ഞങ്ങൾ മേടിച്ചതാണ് ഇത്. അപ്പോൾ ഇത് കൊണ്ടുവന്ന് ഉപയോഗിച്ചായിരുന്നു, പക്ഷേ അത് ഈ സ്കൂൾ ഷോപ്പിങ്ങിന് പോയ സമയത്ത് മേടിച്ചതാണ്. പിന്നെ ഉള്ളത് ബോട്ടിൽ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എങ്ങാനും ചിലപ്പോൾ സ്കൂളിൽ വെച്ച് മിസ്സാവല്ല, സ്കൂളിൽ വെച്ചിട്ട് വരും, മറന്നുപോയൊക്കെ വരുമ്പോൾ പിന്നെ പിറ്റേ ദിവസം നമുക്ക് കൊണ്ടുപോകാനായിട്ട് ബോട്ടിൽ വേണ്ടേ. അങ്ങനെ കഴിഞ്ഞ വർഷത്തെ ഉണ്ട്, എന്നാലും 2 എണ്ണം എപ്പോഴും മേടിക്കാറുണ്ട്. മേടിക്കുമ്പോൾ 2 എണ്ണം മേടിക്കും. കാരണം എല്ലാ പ്രാവശ്യവും ഉള്ളതാണ്, കൊണ്ടുപോയിട്ട് സ്കൂളിൽ വെച്ചിട്ട് വരും, മറന്നുപോകും. പിന്നെ ഉള്ളത് സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും ആണ്. നമ്മൾ ഇത് സ്നാക്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവമാണ് വരുന്നത്. ഇത് നമ്മൾ വേറെ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. ഇത് ഞങ്ങൾ ആദ്യം ഷോപ്പിങ്ങിന് പോയപ്പോൾ ഇത് മേടിച്ച്, അത് കഴിഞ്ഞിട്ടാണ് ലഞ്ച് ബോക്സ് എവിടെ പോയപ്പോൾ മേടിച്ചത്, ചെല്ലത്തിൽ പോയപ്പോൾ മേടിച്ച്. ഇത് ചെല്ലത്തിൽ പോയപ്പോൾ ഇത് കണ്ടു. ഇതിനേക്കാളും നന്നായിട്ടുള്ളൊരു, അതായത് ഒരു ഏത് ഷെയ്ഡായിരുന്നു, ഈ ഷെയ്ഡല്ലേ. ഇതിൻ്റെ തന്നെ ഈ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. പക്ഷേ അതിനകത്ത് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ പെയിൻ്റൊക്കെ പോയിട്ട് ഇച്ചിരി മോശമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതെടുക്കാൻ മനസ്സ് തോന്നിയില്ല. അങ്ങനെ അത് മേടിച്ചില്ല, പകരം ഇത് മേടിച്ചു കേട്ടോ. ഇതിങ്ങനെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം, ഇതൊക്കെയാണ്. പിന്നെ ബുക്സും ബാക്കിയൊക്കെ സംഭവങ്ങൾ, ബുക്സ് എല്ലാം സ്കൂളിൽ നിന്നാണ്. അത് കാരണം തന്നെ ബുക്സ് ഒന്നും നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലും റഫ് നോട്ടോ അങ്ങനെ മാത്രം മേടിച്ചാൽ മതി. അങ്ങനെ 2-3 നോട്ട്സ് മാത്രമേ ഞാൻ അല്ലാതെ മേടിച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാം സ്കൂളിൽ നിന്നാണ്. പിന്നെന്താ, ഷൂ അതൊക്കെ മേടിച്ചായിരുന്നു. ഷൂ, സോക്സ് അതൊക്കെ നമ്മൾ കാണിച്ചില്ല എന്നുള്ളൂ, അതെല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം സ്കൂളിൽ പോകാനായിട്ട് എല്ലാം റെഡിയായി. ഇനി പോയാൽ മതി. യൂണിഫോം എല്ലാം സ്റ്റിച്ച് ചെയ്ത് കിട്ടി. കഴിഞ്ഞ ദിവസം പോയി മേടിച്ചിരുന്നു. യൂണിഫോം സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് ഇവിടെ, അതും സിറ്റി തന്നെയാണ് കൊടുക്കുന്നത്, എല്ലാ വർഷവും അവിടെയാണ് കൊടുക്കുന്നത്. അവിടെ നമ്മുടെ കേദാരം കോംപ്ലക്സ്, അത് കേശവദാസപുരം കേദാരം കോംപ്ലക്സിനകത്തൊരു ഷോപ്പുണ്ട്. അവിടെയാണ് സ്റ്റിച്ചിങ് സെൻറ്റർ, അവിടെയാണ് എല്ലാ വർഷവും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത് അല്ലേ. അവിടെ നിന്ന് ഇത്തവണ സ്കർട്ടിന് ഇച്ചിരി ലെങ്ത് ഒക്കെ കൂട്ടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ ലെങ്ത് കുറഞ്ഞു പോയി അല്ലേ.
അപ്പോൾ ചിക്ക് വളർന്നുകൊണ്ടിരിക്കുന്നതനുസരിച്ച് ഹൈറ്റ് കൂടുമ്പോൾ സ്കർട്ടിൻ്റെ ലെങ്ത് കുറയുന്നു. അത് കാരണം ഇച്ചിരി ലെങ്ത് ഒക്കെ കൂട്ടി ഇത്തവണ ഇച്ചിരി കൂടുതലാണെന്ന് തോന്നണം. അങ്ങനെ കൂട്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സ്കൂളിലേക്ക് പോയാൽ മതി കേട്ടോ. നാളെ റെഡിയായി സ്കൂളിൽ പോയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സ്കൂളിൽ പോകുന്ന വീഡിയോ നമുക്ക് എടുക്കാം അല്ലേ? സ്കൂളിൽ പോകുന്ന വീഡിയോ നമ്മൾ എടുക്കാം, ഷോർട്സ് ആയിട്ടോ മറ്റോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഷോപ്പ് ചെയ്തോ? സ്കൂളിൽ പോകാനൊക്കെ റെഡി ആയോ എന്ന് ചോദിക്കും ഫ്രണ്ട്സിനോടൊക്കെ. എല്ലാവരും റെഡിയായി കാണുമല്ലേ? അപ്പോൾ ഇനി എന്താ, അടുത്ത പുതിയ ക്ലാസ്സിലേക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.